Welcome to my Nakadam Vlogs. 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 ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മണക്കാനം വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോസ് കുറച്ച് ലേറ്റായിപ്പോയൊരു വീഡിയോ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഇങ്ങനെ മാറ്റി വെച്ച് കുറേ അങ്ങ് ലേറ്റായിപ്പോയി. അതായത് ഒരു മാസത്തോളം ലേറ്റായതാണ്. ഈ സലാലെ ഖരീഫ് നടക്കുമ്പം പോയ ഒരു യാത്രയാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഐൻ അത്തുമ്മിലേക്കാണ്. അവിടെ കുറേ പോകുന്ന വഴിക്ക് കുറേ ഒട്ടകങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുറേ ഒരു 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 1-3 കിലോമീറ്ററോളം ഈ ഒട്ടകങ്ങളുടെ ഒരു ഏരിയ ആണ് അവിടെ. അപ്പം എല്ലാവരും ഭയങ്കര കെയർ ആയിട്ടാണ് ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. എപ്പോഴാണെന്ന് അറിയത്തില്ല ഒട്ടകങ്ങളൊക്കെ വന്ന് വണ്ടിയിൽ ഇടിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വളരെ കെയർ ആയിട്ടാണ് നമ്മൾ ഓടിക്കുന്ന വണ്ടിയൊക്കെ. ഇതെൻ്റെ കണ്ടില്ലേ, റോഡിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടും. എപ്പോഴാണെന്ന് അറിയത്തില്ല ഇത് വന്ന് നമ്മുടെ വണ്ടിയിലോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ സ്പീഡ് കുറച്ചാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. കണ്ടില്ലേ, അങ്ങ് പോവുകയാണ്, വണ്ടിയൊന്നും നോക്കുന്നൊന്നും ഇല്ല, അങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പോയതിന് ശേഷം നമുക്ക് പോകാനും പറ്റത്തുള്ളൂ. അങ്ങനെ പതുക്കെ നമ്മൾ പോവാണ്. കാരണം ഇത് ഇറങ്ങി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ച് സ്പീഡിൽ വന്ന് ഇടിക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കയ്യിലൊരു പട്ടമുണ്ട്. പട്ട ഇങ്ങനെ എവിടെ പറപ്പിക്കണമെന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു ഏരിയ ഉണ്ട്, അതിവിശാലമായ ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു അവിടെ കുറേ പേര് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുവഴി ഇങ്ങനെ പോവാണ്. നല്ല രസമാണ്, നല്ല ഫുൾ ഗ്രീനറിയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഖരീഫ് നടക്കുന്ന സമയമാണ് തന്നെ എല്ലായിടത്തും നല്ല പച്ചപ്പായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇങ്ങനെ ഞങ്ങൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരുപാട് തണുപ്പില്ല, എന്നാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തൊക്കെ എത്തി, പട്ടമൊക്കെ പറപ്പിച്ചു. മിട്ടൂസും ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങളിത് വാങ്ങിച്ച സമയത്ത് ഞങ്ങളൊരു ബീച്ചിൻ്റെ സൈഡിൽ പോയി പട്ടം പറപ്പിച്ചായിരുന്നു. അന്ന് എന്തോ കാറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് നല്ലപോലെ പറത്തില്ല. അപ്പോൾ ആൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം അന്നേ പറഞ്ഞായിരുന്നു നമുക്ക് വേറൊരിടത്ത് കൊണ്ടുപോയി പട്ടം പറപ്പിക്കാം. അപ്പം ഇവിടെ നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നല്ല ഹൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പിടിച്ചാലൊക്കെ നല്ല ഇത് തോന്നും, പിടുത്തം തോന്നും. നല്ല കാറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ടൊയിനിങ്ങനെ പൊക്കോണ്ടേയിരിക്കുക, നല്ല ഹൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആള് ഭയങ്കര ഹാപ്പിയായി. മിട്ടൂസ് ശരിക്കും എൻജോയ് ചെയ്ത് പട്ടമൊക്കെ പറപ്പിച്ച് ആള് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു, കാരണം നല്ല കാറ്റാണ്, നല്ല സുഖമാണ്. ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഹൈറ്റിലും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമാണ്. ഇങ്ങനെ പട്ടമൊക്കെ പറപ്പിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പറപ്പിച്ച് അവസാനം കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, എന്നാലും ട്രൈ ചെയ്യാന്ന് വെച്ച് നോക്കിയപ്പം താന്നു വന്നു. അങ്ങനെ നമ്മൾ മിട്ടൂസ് നമ്മളെ പരുന്തിനെയൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇതൊരു ചെറിയൊരു കമ്പിക്കകത്താണ് ഇത് ജോയിൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അഴിച്ച് വേണമെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ അഴിച്ച് നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും നമ്മളത് ഇനിയും പട്ടം പറപ്പിക്കാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് തിരിച്ച് വീണ്ടും നമ്മൾ അയിനൊത്തുമ്പിലേക്ക് പോവുകയാണ്. ഈ വർഷത്തെ ഖരീഫ് ആക്ച്വലി ലാസ്റ്റ്, അതായത് തീരാറായപ്പോഴാണ് ഖരീഫിൻ്റെ ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ട്രാവൽ, അതായത് കൂടുതൽ പേര് കാണാൻ ഇറങ്ങിയതും ആ ഒരു ലാസ്റ്റ് ടൈമിലായിരുന്നു. ഇപ്പോഴാണ്, അതായത് തീരാറാവുന്ന ഈ സമയത്താണ് നമുക്ക് മലയെല്ലാം പച്ചപ്പായി. തുടങ്ങിയ സമയത്തൊന്നും മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറും, പിന്നെയും വെയിലാകും. അതുകൊണ്ട് ആ ഒരു ഖരീഫ് ആ ഒരു ഖരീഫിൻ്റെ ആ ഒരു രീതി തുടങ്ങിയത് ആക്ച്വലി തീരുന്ന സമയത്തായിരുന്നു. ഞങ്ങളും ലാസ്റ്റോടു കൂടിയാണ് ഈ ഒരു യാത്ര നടത്തിയത്. നല്ല രസമായിരുന്നു. സൈഡെല്ലാം ഫുൾ പച്ചപ്പ്, അതായത് പുതിയ ഇലകളായതുകൊണ്ട് തന്നെ നല്ല പച്ച നിറമായിരുന്നു എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ.
ഈ മരങ്ങളുടെ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഈ എല്ലാം ഇങ്ങനെ പച്ച നിറമായിട്ട് നമുക്കൊരു കാണാനും ഒരു രസമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നമ്മൾ തിരിച്ചെത്തിയതുപോലൊരു സുഖമാണ് ഇത് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നല്ല രസമാണ്. കാരണം ഞങ്ങൾ നേരത്തെ, അതായത് ഖരീഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊന്ന് വന്നായിരുന്നു. അന്നേരം വെള്ളമൊന്നും ഇല്ലാതെ ഉണങ്ങി, ഒരു വെള്ളം ഇതുപോലെ ഒന്നും വെള്ളവും ഇല്ല, പച്ചപ്പും ഇല്ല, ഒന്നുമില്ല, ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് വെള്ളമൊക്കെ ആയത്. വെള്ളമൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇങ്ങനെ മേലേന്ന് വെള്ളം താഴോട്ട് വന്ന് നല്ല രസമാണ്. ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ടൈം വെള്ളം വന്നത് ലാസ്റ്റോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.